ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് സയൻസിലെ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റികളും കവർ ചെയ്താണ് നമ്മൾ ഈ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു സിനിമ കാണുന്നത് പോലെ കണ്ടിരുന്നാൽ മതി. കാന്തം, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ? കുട്ടിക്കാലത്ത് സാറിന് കാന്തങ്ങൾ വെച്ച് വലിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാന്തം തീർക്കുന്ന മാന്ത്രിക ലോകം ഭയങ്കര രസകരമാണല്ലേ? ഈ രസകരമായ ഈ മാന്ത്രിക ലോകത്തെക്കുറിച്ച് നമുക്ക് ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഒന്ന് അറിയാൻ ശ്രമിച്ചാലോ? ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ മാഗ്നസ് എന്ന പേരുള്ള ആട്ടിടയൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തന്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്തുനിന്ന് തന്റെ വടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആട്ടിടയന് ഒരു വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. ആ വടി ആ പാറയിൽ അങ്ങനെ തറച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അയാൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. എന്നിട്ട് ആളുകളെല്ലാം കൂട്ടി വന്നു. അപ്പൊ ആളുകളെല്ലാം പറഞ്ഞു ഇതൊരു മാന്ത്രിക പാറയാണെന്ന്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത്തരം പാറകൾ ഇടയന്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും. ആട്ടിടയന്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട്. ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് അടക്കാം. പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് 3 ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സിന്റെ ചിത്രം, ഒരു ബാഗിന്റെ ചിത്രം, ഒരു ഫ്ലിപ്പ് കവറിന്റെ, മൊബൈൽ ഫോൺ ഫ്ലിപ്പ് കവറിന്റെ. നമുക്കറിയാം ഈ ബോക്സ് നിങ്ങളുടെ പലരുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാഗ്നറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ബോക്സ് ആണ്. അതുപോലെ തന്നെ ഈ ബാഗും മാഗ്നറ്റ് കൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ബാഗാണ്. അതുപോലെ നമ്മുടെ ഫ്ലിപ്പ് കവർ, ഇതിലും മാഗ്നറ്റ് ഉണ്ട്. ഇവിടെയെല്ലാം കാന്തത്തിന്റെ ആകർഷണമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യമായിട്ട് ജം ക്ലിപ്പ് ഉപയോഗിച്ച് ഒരു മാല ഉണ്ടാക്കുന്ന പരിപാടിയാണ്. സാറ് ജം ക്ലിപ്പിന് പകരം ഇപ്പൊ സാറിന്റെ കയ്യിലുള്ളത് മൊട്ടുസൂചിയാണ്. ആ മൊട്ടുസൂചി വെച്ച് നമ്മൾ ബാർഗാന്തം യൂസ് ചെയ്ത്, നിങ്ങൾ കാണുന്നുണ്ടാവും, ഇങ്ങനെ ഒരു മൊട്ടുസൂചി വെക്കുന്നു, അതിന്റെ തൊട്ട് താഴെ മൊട്ടുസൂചി വെക്കുന്നു, അങ്ങനെ ഒരു മാല പോലെ കോർക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് കണ്ടാലോ? മതി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പെരിമെന്റ്? വളരെ രസകരമായിരുന്നു അല്ലേ? ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. കാന്തം കൊണ്ടൊരു മാജിക്. പൂമ്പാറ്റയുടെ ചിത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ തീർക്കുന്ന ഒരു അത്ഭുതമാണ്. ഒന്നുമില്ല, നമ്മളൊരു പൂമ്പാറ്റയുടെ ചിത്രം വരച്ചെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടും. അതൊന്ന് വാങ്ങിയിട്ട് അതിൽ സേഫ്റ്റി പിന്ന് വെച്ച് നമ്മൾ ചാർട്ട് പേപ്പറിൽ അതിന് മുകളിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കാന്തം കൊണ്ട് ചലിപ്പിച്ച് ആ പൂമ്പാറ്റയെ ചലിപ്പിക്കുകയാണ്. നമുക്കതൊന്ന് കണ്ടാലോ? കാന്തം എല്ലാ വസ്തുക്കളെയും അങ്ങ് ആകർഷിക്കോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? സാർ ഒരു എക്സ്പെരിമെന്റ് കാണിക്കാം, അതിനുശേഷം നമുക്ക് വിവരണം നൽകാം. നിങ്ങൾ എല്ലാവരും എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടേ. അടുത്തോ ഓക്കെ. സാറ് ആദ്യം ഒരു ഇരുമ്പാണിയാണ് ഉപയോഗിച്ചത്. കാന്തം ഇരുമ്പാണിയെ ആകർഷിക്കുന്നതായിട്ട് കണ്ടില്ലേ? ഇനി രണ്ടാമതായിട്ട് സാറിന്റെ കയ്യിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു വളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീല് കാന്തം ആകർഷിക്കുമെന്ന് നോക്കാം. ഒന്ന് നോക്കിയേ, കാന്തം ആകർഷിക്കുന്നുണ്ടോ? ഇല്ല, സ്റ്റെയിൻലെസ് സ്റ്റീല് കാന്തത്തിനെ ആകർഷിക്കുന്നില്ല. രണ്ടാമതായിട്ട് സാറ് ഒരു പ്ലാസ്റ്റിക് സ്ക്രൂ ആണ് എടുത്തിട്ടുള്ളത്. ആ സ്ക്രൂ കാന്തം ആകർഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആകർഷിക്കുന്നുണ്ടോ? ആകർഷിക്കുന്നില്ല അല്ലേ? അതുപോലെ രണ്ടാമതായിട്ട് സാറ് ഒരു കോപ്പറിന്റെ ആണിയാണ് ഉപയോഗിക്കുന്നത്. കോപ്പർ ആണി കാന്തം ആകർഷിക്കുന്നോ എന്ന് നോക്കാം. കാന്തം ആകർഷിക്കുന്നില്ല അല്ലേ? അതുപോലെ രണ്ടാമതായിട്ട് സാർ എടുക്കുന്നത് ജം ക്ലിപ്പാണ്. ഈ ജം ക്ലിപ്പ് കാന്തം ആകർഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാന്തം ആകർഷിക്കുന്നുണ്ടല്ലേ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിലെ ആ പേജിലെ ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. കാന്തം ആകർഷിക്കുന്നവ, കാന്തം ആകർഷിക്കാത്തവ. ഈ എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് പൂരിപ്പിച്ചേ. അപ്പം ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നുണ്ട് അല്ലേ? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് എന്നിവ. ഇവയെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു. ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇവയെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. കടലാസ്, പ്ലാസ്റ്റിക്, മരം, സ്വർണം ഒരു അകാന്തിക വസ്തുവാണ്. കാന്തത്തിന്റെ ശക്തി എല്ലായിടത്തും ഒരുപോലാണോ? ഇതിനായിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്താലോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പെരിമെന്റ്? നമുക്ക് ആ എക്സ്പെരിമെന്റ് വെച്ച് കുറച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താം. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ അറ്റങ്ങളിലാണ്. കൂടുതലായിട്ട് ഇരുമ്പ് പൊടി അട്രാക്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ പരീക്ഷണത്തിൽ കണ്ടിട്ടുണ്ടാവും. കാന്തത്തിന്റെ രണ്ടറ്റങ്ങളിലാണ്. കാന്തത്തിന്റെ ശക്തി കൂടിയ ഈ രണ്ടഗ്രങ്ങളെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. സാധാരണയായി കാന്തത്തിന്റെ ആകർഷണബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട്: ഉത്തരധ്രുവം, ദക്ഷിണ ധ്രുവം. ഇനി നമ്മുടെ ഈ കാന്തം പെട്ടെന്ന് പൊട്ടിപ്പോയാൽ എന്താ സംഭവിക്കുക? ഒരു വലിയ കാന്തം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രണ്ട് കാന്തങ്ങൾ കിട്ടും. അപ്പോഴും നമുക്ക് രണ്ട് പോൾസ് കിട്ടും, നോർത്ത് പോളും സൗത്ത് പോളും. ഒരു പോളുള്ള കാന്തം ഇന്നേ വരെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കാന്തം പൊട്ടുമ്പോഴുള്ള ചെറിയൊരു സ്റ്റിൽ മോഡൽ നമുക്കൊന്ന് കണ്ടാലോ? വീഡിയോ ഇനി നമുക്ക് ഈ കാന്തിക മണ്ഡല രേഖകളെ ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലോ? അതിനായി ശ്രമിക്കേണ്ടത് ആദ്യം ഒരു ബാർ കാന്തം എടുക്കുക. ആ ബാർ കാന്തത്തിന് മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ് വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇരുമ്പ് പൊടി ഉണ്ടാവില്ലേ, ഇരുമ്പ് പൊടി മെല്ലനെ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാന്തിക മണ്ഡല രേഖകൾ വിസിബിൾ ആവും. അത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും, നോർത്ത് നിന്ന് തുടങ്ങി സൗത്തിലേക്ക് ഇങ്ങനെ റിങ് പോലെ. ആ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് കണ്ടാലോ? ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് PT പീരീഡിൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ ലൗഡ് സ്പീക്കറൊക്കെ ഉണ്ടാവില്ലേ? ആ ലൗഡ് സ്പീക്കറിന്റെ കാന്തം യൂസ് ചെയ്തിട്ട് അതിനൊന്ന് പൊതിയുക. എന്നിട്ട് നമ്മളൊരു ചരടൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഗ്രൗണ്ടിലൂടെ ഒന്ന് വലിച്ചെറിച്ച് നോക്കിയേ. ആ മണ്ണിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ നമ്മുടെ പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും. അങ്ങനെ നമ്മളെ മണ്ണിലെ കാന്തിക വസ്തുക്കളെ കണ്ടെത്താൻ പറ്റും. ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ടോ പരീക്ഷയ്ക്ക്? ഈ മണ്ണും ഇരുമ്പും കലർന്നു പറഞ്ഞ മിശ്രിതത്തിനെ നമുക്ക് എങ്ങനെ വേർതിരിക്കാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെന്റ്, ഈ ഒരു പരീക്ഷണം. ഒന്നുമില്ല, നമുക്ക് കാന്തം യൂസ് ചെയ്തിട്ട് മണ്ണും ഇരുമ്പും കലർന്ന മിശ്രിതത്തെ വേർതിരിക്കാൻ പറ്റും. ഇത് മറക്കരുത് കേട്ടോ മക്കളെ. ഇനി പലതരം കാന്തങ്ങൾ. ഈ കാന്തങ്ങളെല്ലാം ഒരേ ഷേപ്പിലുള്ളവയാണോ? കാന്തങ്ങൾ വിവിധ ഷേപ്പിലുണ്ടല്ലേ?
ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കിയേ, ഇവിടെ ഈ ഷേപ്പിലുള്ള കാന്തത്തിനെയാണ് നമ്മൾ ലാടകാന്തം എന്ന് വിളിക്കുന്നത്. ഇതാണ് ബാർ കാന്തം, ഇതാണ് സിലിണ്ടറിക്കൽ കാന്തം, സിലിണ്ടർ പോലെയുണ്ട് ഇതുപോലെ. ഇതാണ് കാന്തസൂചി. ഓവൽ ഷേപ്പിലുള്ള കാന്തത്തിനെ വിളിക്കുന്ന പേരാണ് ഓവൽ കാന്തം. യു ഷേപ്പിലുള്ള കാന്തത്തെ യു കാന്തം എന്ന് വിളിക്കുന്നു. ഇതാണ് ഡിസ്ക് ഷേപ്പിലുള്ള കാന്തം, ഇതിനെ ഡിസ്ക് കാന്തം എന്ന് വിളിക്കുന്നു. ഇനി റിംഗ് ഷേപ്പിലുള്ള കാന്തം, അതിനെ റിംഗ് കാന്തം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം, തെക്കും വടക്കും. ഇവിടെ ഒന്നുമില്ലടാ, നമ്മളൊരു കാന്തം, ഒരു ബാർ കാന്തം അതിന് നടുവിലൂടെ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ തൂക്കിയിടാന്ന് വിചാരിച്ചോ. വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഈ പരീക്ഷണം നമ്മളൊരു ഫഹദ് ഫാസിലിന്റെ നോർത്ത് 24 കാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ദിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്നത് ഇതേ തന്ത്രമാണ്. ഏതൊരു കാന്തത്തിനെയും നമ്മൾ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. ഇനി നമുക്ക് കാന്തിക ധ്രുവങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാം. കാന്തിക ധ്രുവങ്ങൾ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തരധ്രുവം എന്ന് പറയുന്നു. ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നു. അവയെ എൻ, എസ് എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എൻ എന്ന് പറയുന്നത് ഉത്തരധ്രുവം, എസ് എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവം. ബാർ കാന്തത്തിന് ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തരധ്രുവത്തിന് അടയാളമായി കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഈ പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. പണ്ട് കാലങ്ങളിൽ സമുദ്രയാത്ര ചെയ്യുന്നവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ദിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു യന്ത്രമാണ്. അതാണ് നമ്മുടെ സ്വന്തം വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ദിക്കുകളെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ഒരു വടക്ക് നോക്കി യന്ത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ? ഒന്നുമില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു സൂചി എടുക്കുന്നു, നമ്മുടെ സാധാ തുന്നൽ സൂചി. ആ തുന്നൽ സൂചിയിൽ സാർ ഒരു നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്. ഈ നൂല് കോർത്ത് വെക്കുന്ന ഒന്നുമില്ല, നമുക്കൊന്ന് ഇത് ഉരസണം. ഈ കാന്തസൂചിന്റെ മുകളിൽ ഈ സൂചിന്റെ മുകളിൽ നമ്മൾ കാന്തം ഇങ്ങനെ ഉരസിയിട്ട് ഇതിനെ കാന്തവൽക്കരിക്കാൻ പോവാണ്. അപ്പം അങ്ങനെ ഉരസുമ്പോൾ അതിനുള്ള സൗകര്യാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കാന്തസൂചിയിൽ നൂല് കോർത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്ത് സൗത്ത് ഇങ്ങനെ ഏകദേശം 50 തവണ ഈ ബാർകാന്തം യൂസ് ചെയ്തിട്ട് മെല്ലനെ ഇങ്ങനെ ഇങ്ങനെ ഉരസിക്കൊണ്ടേയിരിക്കുക. 50 തവണ ഉരസി കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂചി എന്ന് പറയുന്നത് ഒരു കാന്തമായിട്ട് മാറും. ഈ കാന്തസൂചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോർക്കിൽ ഇങ്ങനെ കോർത്തിട്ട് നമ്മളൊരു കപ്പിൽ വെള്ളം നിറച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ കോർക്കിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാന്തസൂചിയും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. അങ്ങനെ നമുക്കൊരു വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാം. നിങ്ങൾ വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇതിനുള്ള കാരണം എന്തായിരിക്കും? നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. തെക്ക് വടക്ക് ദിശ, ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പെരിമെന്റിലേക്ക് അടക്കാം. സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇതിനുള്ള കാരണം നമുക്ക് കണ്ടെത്താം. ഒരു കാന്തം എടുത്ത് സ്വതന്ത്രമായിട്ട് തൂക്കിയിടുക. ഈ കാന്തത്തിന് താഴെ മറ്റൊരു കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. നമ്മൾ ആദ്യം ഈ കാന്തം ഒന്നും വെക്കാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു കാന്തത്തിനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്ന കാന്തത്തിന് അടിയിലായിട്ട് മറ്റൊരു കാന്തം നമ്മൾ എന്ത് ചെയ്യുന്നു, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുന്ന അങ്ങനെ കാന്തം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൂക്കിയിട്ട കാന്തവും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നിൽക്കൂ. എന്തായിരിക്കും ഇതിന് കാരണം? നമ്മൾ അടിയിലിട്ടുള്ള നമ്മുടെ തൂക്കിയിട്ട കാന്തത്തിന് അടിയിൽ വെച്ചിട്ടുള്ള ആ കാന്തത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ലേ നമ്മുടെ ഈ കാന്തം തൂക്കിയിട്ട കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ അടിയിലുള്ള കാന്തത്തിനെ മാറ്റി നമ്മൾ സാധാ വെക്കുമ്പോൾ കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നില്ലേ? അപ്പം അതിന് പിന്നിൽ വേറെന്തോ ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തിയെക്കുറിച്ച് നമുക്കൊന്നറിയാം. നമ്മുടെ ആ ശക്തി എന്ന് പറയുന്നത്, ആ ശക്തിക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെയാണ്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു കാന്തമാണ്. നമ്മുടെ ഭൂകാന്തത്തിന്റെ എസ് ആണിത് ദക്ഷിണ ധ്രുവം, എന്ന് പറയുന്നത് ഉത്തര ധ്രുവം.
ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം നിൽക്കുന്ന ഭാഗത്താണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം നിൽക്കുന്ന ഭാഗത്താണ് ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഒരു കാന്തം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഭൂമിയുടെ ഉള്ളിൽ ഒരു കാന്തം, സൗത്ത്, നോർത്ത്, ഇങ്ങനെയുള്ള കാന്തം വെക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളൊരു കാന്തസൂചി വെക്കുകയാണെങ്കിൽ ഈ കാന്തത്തിന്റെ ഉത്തര ധ്രുവം നമ്മളെ ഈ ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് കിടക്കും. അതുപോലെ തന്നെ അതിലെ സൗത്ത് പോൾ, അതായത് നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ സൗത്ത് പോൾ എന്ത് ചെയ്യുന്നു? ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിലേക്ക് നിൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവവും. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഈ കാന്തങ്ങൾക്ക് 2 ധ്രുവങ്ങളുണ്ടല്ലേ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഒരുപോലുള്ള ധ്രുവങ്ങളെയാണ് നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. വിപരീത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നു. ഈ 2 സജാതീയ ധ്രുവങ്ങൾ അടുപ്പിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ N എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ധ്രുവങ്ങളാണ്. 2 ഉത്തര ധ്രുവങ്ങൾ നമ്മൾ പരസ്പരം അടുപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. അവിടെ ആ കാന്തം വികർഷിക്കപ്പെടും. ഇനി 2 ദക്ഷിണ ധ്രുവമാണ് പരസ്പരം അടുപ്പിക്കുന്നതെങ്കിലോ കാന്തം വികർഷിക്കപ്പെടും. അതായത് സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കുന്നു. ഇനി 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളായിക്കോട്ടെ, നോർത്ത്, സൗത്ത്, ഇവ കൊണ്ടുവരുമ്പോൾ ഇവ ആകർഷിക്കുന്നു. നോർത്ത് സൗത്ത് കൊണ്ടുവരികയാണെങ്കിൽ ആകർഷിക്കുന്നു, സൗത്ത് നോർത്ത് കൊണ്ടുവരികയാണെങ്കിൽ ആകർഷിക്കുന്നു. വിപരീത ധ്രുവങ്ങളെയാണ് വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് കണ്ടാലോ? കാന്തത്തിന്റെ ശക്തി ഒന്ന് പരിശോധിച്ചാലോ? അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ പാഠഭാഗം പേജ് 36 കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു മണൽ നിറച്ച ഒരു കുപ്പിയും അതുപോലെ തന്നെ നമ്മൾ 1/4 ഇഞ്ചിന്റെ PVC പൈപ്പും ഒരു എൽബോ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ L ഷേപ്പിൽ ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിന്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നൂല് കെട്ടിയിട്ട് അതിലൊരു ബ്ലേഡ് തൂക്കിയിടുന്നു. പിന്നെ നമ്മളെ മേശപ്പുറത്ത് ഇതിന് നേരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്കെയിൽ വെക്കുന്നു. ആ സ്കെയിൽ നമ്മൾ ഡബിൾ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു, കാരണം അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ബാർ കാന്തം എടുക്കും. ആ ബാർ കാന്തം ഈ സ്കെയിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെക്കും. ഇതിന് പതുക്കെ ഇതിങ്ങനെ നീക്കി വരും. ഇങ്ങനെ നീക്കി വരുമ്പോൾ ഈ ബ്ലേഡില്ലേ, ഈ ബ്ലേഡ് എപ്പോഴാണോ ചലിക്കുന്നത് ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ കാന്തത്തിനെയും ഏത് പോയിന്റിലാണ് ഇത് ചലിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാന്തത്തിന്റെ കാന്തശക്തി പരിശോധിക്കാം. കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിന്റെ ശക്തി കുറയോ? എങ്ങനെയൊക്കെയാണ് കാന്തത്തിന്റെ ശക്തി കുറയുന്നത്? നമുക്ക് ആ പാഠപുസ്തകത്തിലെ ആ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കാം. കാന്തത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. കാന്തം എറിയുമ്പോൾ കാന്തത്തിന്റെ ശക്തി നഷ്ടപ്പെടാം. അതുപോലെ തന്നെ കാന്തം ഇങ്ങനെ അലക്ഷ്യമായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, പല വസ്തുക്കളുമായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാലും ഇരുമ്പൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ നമ്മുടെ കാന്തത്തിന്റെ ശക്തി മെല്ലനെ കുറയും. അതുപോലെ നമ്മൾ ചുറ്റികൊണ്ട് അടിക്കുകയാണെങ്കിൽ കാന്തത്തിന്റെ ശക്തി കുറയും. ഇനി നമ്മൾ കാന്തത്തിനെ ചൂടാക്കുകയാണെങ്കിൽ നമ്മുടെ പാവം കാന്തത്തിന്റെ ശക്തി കുറയും. അപ്പം നമുക്ക് ഈ കാന്തശക്തി നിലനിർത്തിക്കൊണ്ട് ദീർഘകാലത്തേക്ക് കാന്തത്തിനെ സംരക്ഷിക്കണം. അതിനെങ്ങനെയാണ് നമുക്ക് ചെയ്യുക? അപ്പം നമുക്കറിയാം, ഒരു കാന്തത്തിനെ വെക്കുന്നതിന് ഒരു രീതിയുണ്ട്. സോ ഇവിടെ ഒരു ബാർകാന്തമാണ് വെച്ചിട്ടുള്ളത്. ഒരു ബാർകാന്തം എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, ഈ 2 ബാർകാന്തങ്ങൾ പരസ്പരം വിപരീതമായിട്ടല്ലേ വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഈ വെള്ള സ്പോട്ട് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തര ധ്രുവമാണ് അല്ലേ? ഈ ഉത്തര ധ്രുവത്തിന്
അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു അകാന്തിക വസ്തു വെക്കുന്നു. ഒന്നുമില്ല, കാന്തം ആകർഷിക്കാത്ത വസ്തു, അതായത് ഈ രണ്ട് ബാർകാന്തത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അകാന്തിക വസ്തു വെക്കും. ഇനി ആ ബാർകാന്തം വെക്കുന്ന ഒരു രീതി ശ്രദ്ധിച്ചേ. ഇവിടെ ഉത്തരധ്രുവമാണ്, നമ്മൾ ഇപ്പുറത്ത് വെക്കുന്ന ഭാഗത്ത് നമ്മൾ എന്താ വെച്ചിട്ടുള്ളത്, ദക്ഷിണ ധ്രുവം. വിപരീതമായിട്ടാണ് നമ്മൾ ഈ രണ്ട് കാന്തങ്ങളുടെ ധ്രുവങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ അകാന്തിക വസ്തുവിന്. ഇങ്ങനെയാണ് ബാർകാന്തം ക്രമീകരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് കാന്തത്തിന്റെ അറ്റഭാഗങ്ങളിൽ ഒരു കാന്തിക വസ്തു വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുക, സ്റ്റോപ്പർ വെച്ച് ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ബാർകാന്തം നല്ലതുപോലെ വെക്കേണ്ടത്. ഇനി നമ്മളൊരു യു കാന്തം എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. യു കാന്തം വെക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഒരു സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കാന്തിക വസ്തു അതിന്റെ ധ്രുവങ്ങളിൽ വെക്കുക. ഇങ്ങനെയാണ് ഈ രണ്ട് കാന്തങ്ങൾ, ബാർകാന്തമായിക്കോട്ടെ യു കാന്തമായിക്കോട്ടെ, നമുക്ക് പ്രോപ്പറായിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാന്തത്തിന്റെ ശക്തി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ. ചൂടാക്കുമ്പോൾ, അതുപോലെ തന്നെ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ, ഞങ്ങൾ ശക്തമായി തല്ലുമ്പോൾ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, തെറ്റാണേ. ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ, ഇനി ഉയരത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ ഒക്കെ കാന്തത്തിന്റെ ശക്തി നഷ്ടപ്പെടാം. നമ്മൾ ബാർകാന്തം എങ്ങനെയാണ് വെക്കുന്നത്, ഒന്നുമില്ല, രണ്ട് കാന്തങ്ങളുടെ ധ്രുവങ്ങൾ വിപരീത തരത്തിൽ വെക്കുക. ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അകാന്തിക വസ്തു വെക്കണം. ഇത് വിട്ടുപോയിട്ടുണ്ടേ, ഇവിടെ ഒരു അകാന്തിക വസ്തു വെക്കും. ഇതിന് ചുറ്റും ഈ രണ്ടറ്റങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു രണ്ട് ബ്രിക്ക് പോലെ കണ്ടില്ലേ, ഇതൊരു കാന്തിക വസ്തു വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിനെ സ്റ്റോപ്പർ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ബാർകാന്തം വെക്കുന്നത്. ഇനി നമുക്ക് യുഗാന്തം വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ കാന്തങ്ങൾ രണ്ട് തരത്തിലുണ്ട്, സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളും. സ്ഥിരകാന്തങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ പലതരത്തിലുള്ള മാഗ്നറ്റ്സുകളിലെ യു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, ലോഡ് സ്റ്റോൺ, ഇവയൊക്കെ സ്ഥിരകാന്തങ്ങളാണ്. ഇവയുടെ കാന്തശക്തി എപ്പോഴും നിലനിൽക്കും. ഇനി ഞാൻ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തില്ലേ മക്കളെ, ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ബാർകാന്തത്തിൽ മൊട്ടുസൂചി വെച്ച് ഇങ്ങനെ കോർത്തില്ലേ, മാല കോർത്തില്ലേ, ഈ കാന്തസൂചി, ഈ ഒരു മൊട്ടുസൂചി, ഒരു ഫസ്റ്റ് നമ്മൾ വെച്ച മൊട്ടുസൂചി താഴത്തെ മൊട്ടുസൂചിയിൽ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാ, ആ മൊട്ടുസൂചിക്ക് ഒരു കാന്തശക്തി ലഭിച്ചു അല്ലേ. നമ്മൾ ഈ ബാർകാന്തം അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മൊട്ടുസൂചിയുടെ കാന്തശക്തി നഷ്ടപ്പെടുന്നില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഈ മൊട്ടുസൂചി, ഈ എക്സ്പെരിമെന്റിലെ മൊട്ടുസൂചി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാന്തമാണ്. നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള ഈ കാന്തങ്ങൾ, ബാർകാന്തം, ലാടകാന്തം, സിലിണ്ടറിക്കൽ കാന്തം, ഇവയെല്ലാം സ്ഥിരകാന്തങ്ങളാണ്. നമ്മുടെ ലോഡ് സ്റ്റോണും ഒരു സ്ഥിരകാന്തമാണ്. പിന്നെ ഒരു തരത്തിലുള്ള കാന്തമാണ് നമ്മൾ താൽക്കാലിക കാന്തത്തിന് മറ്റൊരു എക്സാമ്പിളാണ് വൈദ്യുത കാന്തം. നമുക്ക് എങ്ങനെയാണ് ഒരു വൈദ്യുത കാന്തം ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ബാറ്ററി, ഒരു ചെമ്പ് കമ്പി, ഒരു ഇരുമ്പാണി. ഒന്നുമില്ല, ഈ ഇരുമ്പാണിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ ചുറ്റുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ചുറ്റുകളും നമ്മളിവിടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇരുമ്പാണിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ആ കാന്തിക മണ്ഡലത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ഇരുമ്പാണി ഒരു കാന്തം പോലെ വർത്തിക്കും. പക്ഷേ നമ്മൾ ഈ പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ കാന്തത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും. സോ അതുകൊണ്ട് തന്നെ വൈദ്യുത കാന്തം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാന്തമാണ്. അപ്പം എന്താണ് വൈദ്യുത കാന്തം? ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണ് കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം. ഇതിൻ്റെ കാന്തശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടുന്നു. ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്ന കാണിക്കും. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം കാന്തങ്ങൾ കാണാറുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ മൊബൈൽ ഫോൺ ഫ്ലിപ്പ് കവറിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ചില സ്ക്രൂ ഡ്രൈവറുകളുടെ അറ്റത്ത് കാന്തശക്തി ഉപയോഗപ്പെടുത്താറുണ്ട്, കാരണം സ്ക്രൂ ഒക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിലും മ്യൂസിക് സിസ്റ്റങ്ങളിലും കളിപ്പാട്ടങ്ങളിലും കുട്ടികൾ യൂസ് ചെയ്യുന്ന കുറേ കളിപ്പാട്ടങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, കാന്തം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാന്തം യൂസ് ചെയ്തിട്ട് നമ്മുടെ മെഡിക്കൽ രംഗങ്ങളിലും കാന്തം യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള MRI സ്കാന് കാന്തം യൂസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിനുള്ളിലുള്ള ചിത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് MRI സ്കാനർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാഗ് ലെവൽ ട്രെയിനുകൾ, അവ കാന്തശക്തി ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്.
പിന്നെ നമ്മുടെ ATM കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളൊക്കെ കാന്തത്തിൻ്റെ പ്രത്യേകത യൂസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ പലതരത്തിലുള്ള കാന്തങ്ങൾ കാണാറുണ്ട്. അപ്പം കാന്തത്തിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്.